നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം, ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ഇത്തവണ വിനി ജൂനിയറാണ് നേടിയത്. കഴിഞ്ഞ 17 വർഷത്തിനിടയ്ക്ക് രണ്ട് ബ്രസീലിയൻ താരങ്ങൾക്ക് ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് കക്കക്കും മറ്റൊന്ന് ഇപ്പോൾ വിനീഷ്യസിനും. ഈ രണ്ടുപേരെയും പരിശീലിപ്പിച്ചയാളാണ് കാർലോ ആഞ്ചലോട്ടി. ഇന്ന് റയൽ മാഡ്രിഡിന് മത്സരമുണ്ട്. കളിയിലെ എതിരാളികൾ സെവിയ്യയാണ്. ആ കളിക്ക് മുന്നോടിയായിട്ട് അവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. കോച്ച് ആഞ്ചലോട്ടി സംസാരിച്ചു. അപ്പോൾ കോച്ചിനോട് ഇതേ ചോദ്യം വരികയാണ്. ഈ രണ്ടുപേരെ നിങ്ങൾ പരിശീലിപ്പിച്ചല്ലോ, എന്താണ് പറയാനുള്ളത്? ചോദ്യം ഇങ്ങനെയാണ്: ഇൻ ദി ലാസ്റ്റ് 17 years only 2 Brazilians, Kaká and Vini, have been voted best in the world and they were coached by you. നിങ്ങളാണ് അവരെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരാൾ. സോ എന്തു പറയുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി, ഞാൻ അവർക്കാകെ നൽകിയത് കോൺഫിഡൻസ് കൊടുത്തു എന്നതാണ്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം അവരുടെ ടാലൻ്റുള്ള താരങ്ങൾ ലോകത്തെ മികച്ച താരമായിട്ട് മാറും. അത് സ്വാഭാവികമാണ്. അവർക്ക് വേണ്ടത് കോൺഫിഡൻസ് കൊടുക്കലായിരുന്നു. അതാണ് ഞാൻ ചെയ്തത് എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്. ഏതായാലും ഇന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് റയൽ മാഡ്രിഡ് ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് ലക്ഷ്യമില്ല. കാരണം വിജയിച്ചു കഴിഞ്ഞാൽ ലാലിഗയിൽ ബാഴ്സയെ മറികടന്നുകൊണ്ട് അവർക്ക് 2ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച താരം വിനി ജൂനിയർ ഇന്ന് അവർക്കൊപ്പം സ്ക്വാഡിലില്ല. നമുക്ക് റയലിൻ്റെ ഈ മത്സരത്തിനായുള്ള സ്ക്വാഡിലേക്കൊന്ന് പോകാം. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ, ല്യൂനിൻ, സെർജിയോ മെസ്ട്ര എന്നിവരുണ്ട്. ഡിഫൻഡർമാരായിട്ട് ലൂക്കാസും വല്ലേജയും ഫ്രാൻ ഗാർഷ്യയും റൂഡിഗറും മെൻഡിയും അസെൻസിയോയുമാണുള്ളതെങ്കിൽ മധ്യനിരയിൽ ബെല്ലിംഗാമും കമവിംഗയും വാൽവർദയും മോഡ്രിച്ചും ഷുവാമനിയും ഗ്യൂളറും സെബയോസുമാണുള്ളത്. മുന്നേറ്റത്തിൽ എംബാപ്പയും റോഡ്രിഗോയും എൻട്രിക്കും ബ്രാഹിമുമുണ്ട്. എന്തായാലും വിനി ഇല്ലാതെ ഇന്ന് ഇറങ്ങുമ്പോൾ വിജയിച്ച് കയറുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ബാഴ്സയെ മറികടക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.